ബി.ജെ.പിയിലെ പൊട്ടിത്തെറി പുതിയ രാഷ്ട്രീയ സ്വപ്നങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വി മുരളീധരനെതിരെ ആഞ്ഞടിച്ച് പി മുകുന്ദനും രാമൻപിള്ളയും. വി മുരളീധരൻ രാഷ്ട്രീയ പക്വതയില്ലാത്ത നേതാവെന്ന് രാമൻപിള്ള. മുരളീധരൻ പ്രസിഡന്റായിരിക്കുന്ന പാർട്ടിയിലേക്ക് താൻ ഇല്ലെന്നും രാമൻപിള്ള. പുതിയ കാര്യങ്ങൾ അറിയാത്തവരാണ് പ്രതിഷേധിക്കുന്നതെന്ന് മുരളീധരന്റെ ഒളിയമ്പ്. ഒപ്പം SNDPയുടെയും NSSന്റെയും നിലപാടുകൾ കൂടി ചേരുമ്പോൾ ബി.ജെ.പിയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ എന്തായി മാറും? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി.ജെ.പി മുൻ അധ്യക്ഷന്മാരായ ശ്രീ കെ രാമൻപിള്ളയും ശ്രീ PS ശ്രീധരൻപിള്ളയും, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം മറ്റ് അതിഥികളും ഈ തത്സമയ ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ശ്രീ കെ രാമൻപിള്ള, എന്താണ് താങ്കൾ ബി.ജെ.പിയിൽ അംഗമാകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന തർക്കത്തെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തതാണോ പ്രശ്നം? മൊബൈൽ ഫോണിൽ മിസ് കോൾ അടിക്കാനുള്ള അറിവില്ലായ്മയാണോ താങ്കളുടെ പ്രശ്നം? എന്താണ് താങ്കളുടെ പ്രശ്നം? ഞാൻ കേരള ജനപക്ഷം രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബി.ജെ.പിയിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുരളീധരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി.ജെ.പി നേതാക്കൾക്കോ അപേക്ഷ കൊടുത്തിട്ടില്ല. അങ്ങനെയിരിക്കെ അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വഴി മിസ്ഡ് കോൾ ഉപയോഗിച്ച് മെമ്പർഷിപ്പ് എടുത്തോളണം എന്ന് ആജ്ഞാപിച്ചതെന്നുള്ള മനസ്സിലാകുന്നില്ല. പക്ഷെ താങ്കൾക്ക് ബി.ജെ.പിയിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല, നരേന്ദ്രമോദിയുടെ ചില രീതികൾ താങ്കൾക്ക് താല്പര്യമുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അത് പറഞ്ഞു. അതായത് എൻ്റെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ വഴി വിട്ട ഒരു അഭിപ്രായം രാമൻപിള്ളയും മുകുന്ദനും മിസ്ഡ് കോൾ അടിച്ച് ബി.ജെ.പിയുടെ അംഗത്വം എടുക്കണം എന്നാണ്. ഞാൻ അതിന് തയ്യാറല്ല. ഞാനങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാനും തയ്യാറായിരുന്നില്ല. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ മോഡിയുടെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും, കേരളത്തിൽ കേരള ജനപക്ഷത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ബി.ജെ.പി പറയാണെന്നിരിക്കട്ടെ, നമുക്കെല്ലാം സഹകരിച്ച് പോകാം എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും ആലോചിക്കാം. സഹകരണം, അല്ലാതെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതല്ല. ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ കെ രാമൻപിള്ളയെ പോലെയും ശ്രീ പി മുകുന്ദനെ പോലെയുമുള്ള നേതാക്കൾ ഇനി ഒന്നേന്ന് മെമ്പർഷിപ്പ് എടുത്തു വരേണ്ട ആളുകളാണോ? അവർക്ക് ഇത്രയുമൊക്കെ അല്ലേ പറയാൻ സാധിക്കൂ? അവർ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് ദൂരെ കൂട്ടിയെങ്കിലും പറയുമ്പോൾ അതിനെ എത്തിപ്പിടിക്കേണ്ടതല്ലേ ബി.ജെ.പിയുടെ നേതൃത്വം? പ്രത്യേകിച്ച് ഇത്തരം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിന് പകരം സംഭവിച്ചത് എന്താണ്? ന്യൂ ജനറേഷൻ അല്ലാത്ത കെ രാമൻപിള്ളയ്ക്ക് അറിയാത്തതാണ് കാര്യങ്ങൾ എന്നൊക്കെയല്ലേ പറയുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ? ലാല, ഇതിൻ്റെ തലവാചകം തന്നെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറിയെന്നാണ്. ബി.ജെ.പിയിൽ ഒരു പൊട്ടലുമില്ല. പിന്നെ ഞങ്ങൾ തെറി സാധാരണ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ പൊട്ടിത്തെറി എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിലില്ല. പിന്നെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ എല്ലാവർക്കും ചർച്ചയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ വ്യത്യസ്ത ആൾക്കാർക്ക് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല. ചർച്ച ചെയ്തോളൂ. ഇതിൻ്റെ അകത്തൊരു പ്രശ്നവുമില്ല. ബി.ജെ.പിയിൽ ആന്തരികമായ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പാർട്ടിയാണ്. പിന്നെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ചൊരു വിവാദത്തിന് അടിസ്ഥാനവുമില്ല. കാരണം ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ആർക്കും എടുക്കാവുന്നതാണ്. അത് ഓപ്പണാണ്. മറ്റ് പാർട്ടികളെ പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മെമ്പറാകണമെങ്കിൽ കാൻഡിഡേറ്റായിട്ട് കൊടുക്കണം, ഒരുപാട് കടമ്പകൾ കടക്കണം. കോൺഗ്രസ് പാർട്ടിയിലെ മെമ്പർഷിപ്പ് കിട്ടാറ് തന്നെ ഇല്ല. കാരണം തമ്മിലടിയും പിടിച്ചു വാങ്ങലും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ്. ഞങ്ങളുടെ ഇടയിൽ അതല്ല. ഏതൊരാൾക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാത്ത ഏതൊരാളിനും മെമ്പറാകാം. മറ്റു പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്ക് മെമ്പറാകാം. മീഡിയകളുടെ ശ്രമമാണ്. ആ ശ്രമത്തിന് നിന്നു കൊടുക്കാതിരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് രണ്ടാളെ പറ്റി പറഞ്ഞു. അവർ ബി.ജെ.പിയിൽ വരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഞാനിപ്പോഴേ ഒരു വിവാദം ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം ലോക്കൽ ബോഡി നല്ലോണം മുന്നേറുകയാണ്. അതിന് തടയിടാൻ ഇത് സഹായകമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ PS ശ്രീധരൻപിള്ള, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ. ഈ മിസ്ഡ് കോൾ അടിക്കാതെ ആർക്കെങ്കിലും ഒക്കെ ബി.ജെ.പിയിൽ അംഗങ്ങളായി വരാൻ സാധിക്കുമോ? മിസ്ഡ് കോളിൻ്റെ അദ്ദേഹം പറഞ്ഞത് ആ മെത്തേഡാണ് പറഞ്ഞത്. പെർമിഷന് വേണ്ടി കേരള ഘടകത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കോള്, മിസ്ഡ് കോൾ ഡൽഹിയിൽ കൊടുത്താൽ അവർ തിരിച്ചു വിളിച്ചിട്ട് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കും. ഇതാണ് രീതി എന്നാണ്, ഈസി മെത്തേഡാണ് പറഞ്ഞത്. അതുകൊണ്ട് അർത്ഥം നാളെ മിസ്ഡ് കോൾ അല്ലാതെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്തിട്ടും എടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്.
അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്ര വളരെ മുരളി പറഞ്ഞതിൻ്റെ മീനിങ് ഒരുപക്ഷെ ഇതായിരിക്കാം. ഞാൻ അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല, നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം പിന്നെ ഒരു സിസ്റ്റം അതാണ്, ഒരു മിസ്ഡ് കോൾ എന്നുള്ള നമ്പർ തരും, അതിൽ വിളിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും എല്ലാം എടുത്തിട്ട് മെമ്പർ ആക്കി പിന്നെ എൻറോൾ ചെയ്യും. ഇതാണ്. അപ്പോൾ അത് ഈസി ആണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് അവർ വരുന്നതിന് തടയാൻ ഞങ്ങൾക്ക് ആർക്കും തടയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ വിട്ടുപോയ ആളുകളോ അകന്നു നിൽക്കുന്ന ആളുകളോ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമവും ഈ ഈസി മെത്തേഡിലൂടെയാണോ? ഇത് അല്പം ഡിഫിക്കൽട്ട് മെത്തേഡ് അല്ലേ ശ്രീ പി എസ് ശ്രീധരൻപിള്ള? കാര്യങ്ങൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആവുകയല്ലേ ചെയ്യുന്നത്? അതിപ്പോൾ ഓരോ കണ്ണില്ല. ഞങ്ങളുടേത് ഈ കാവി കളറിലൂടെ നോക്കപ്പെടാൻ ഞങ്ങൾക്കിത് കിട്ടുക. ചുമന്ന കണ്ണ് പിന്നെ ചുവപ്പ് കളറിലൂടെ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം വന്നാലും BJP കേരളത്തിൽ മുന്നോട്ടാണ്. ആ മുന്നോട്ട് പോക്ക് സാധ്യതപ്രായമാകുന്ന ഒരു സന്ദർഭത്തിലെത്തി നിൽക്കുന്നു. ഈ സമയത്തെ വിവാദങ്ങളിലെ കുരുക്കിൽ വീഴാൻ ഞങ്ങൾ ആരും തയ്യാറില്ല. ജേക്കബ് ജോർജ്, എന്താണ് താങ്കൾ വായിച്ചെടുക്കുന്നത്? ശ്രീ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുക, അവതരിപ്പിക്കുക. ആ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വിവാദങ്ങളിൽ പെടുക എന്നുള്ളൊരു പേടി മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. വിവാദങ്ങളിൽ പെടാതിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ശ്രീധരൻപിള്ളയുടെ സൗമ്യമായ മുഖമാണ്, സൗമ്യമായ വാക്കുകളാണ്, മനോഹരമായ ചിരിയുമാണ്. സാധാരണ വളരെ എപ്പോഴും ഇന്നലെയും ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് VV രാജേഷിനോട് സംസാരിക്കുകയായിരുന്നു. ശ്രീധരൻപിള്ള വർത്തമാനം പറയുമ്പോൾ എന്ത് രസമാണ് അടുത്തിരുന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിരുന്ന് കേൾക്കാൻ. അത് അദ്ദേഹത്തിൻ്റെ അറിവ്, വിജ്ഞാനം. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഞാൻ ചോദിക്കുകയാണ്, കുറേ കഴിയുമ്പോഴത്തേക്ക് ശ്രീധരൻപിള്ളയെ BJPയിൽ ചേരണമെങ്കിൽ മിസ്ഡ് കോൾ അടിക്കണമെന്നൊരു സംസ്ഥാന പ്രസിഡന്റ്, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള അങ്ങയുടെ വികാരം, മനപ്രയാസം എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മളൊക്കെ വലിയ വിവിധ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു സജീവ പ്രവർത്തകരായിരുന്നു. ഞാൻ മാതൃഭൂമിയിൽ പ്രവർത്തിച്ചപ്പോഴും ഇന്ത്യ ടുഡേയിലായിരുന്നപ്പോഴും ഞാൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നൊക്കെ ഇരുന്നു. എത്രയോ കാലം മുമ്പാണ്. പക്ഷേ ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഇന്നലെ കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരത്തെ വനിതാ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രജ്ഞയും കൂടി ചേർന്ന് സംഘടിപ്പിച്ച തിരുവനന്തപുരത്തെ വനിതാ സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമം, അത് കൂടുതൽ പേരും വന്ന് BJP വനിതകളായിരുന്നു. അതിന് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചു. എത്രയോ വർഷം മുമ്പ് ഞാൻ യൂണിയൻ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ സംഘടനയുടെ പഴയ ഭാരവാഹികളോട്, ഭാരവാഹിയല്ല, കേരളമുമ്പുള്ള പഴയ സംസ്ഥാന പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാജഗോപാല്, രാമൻപിള്ള, KG മാരാർ, PP മുകുന്ദൻ ഒരു കാലത്ത് BJPയുടെയും ജനസംഘത്തിൻ്റെയും ഒക്കെ ശബ്ദവും ശക്തിയും മുഖവും നാവും എല്ലാം ഇവരൊക്കെ ആയിരുന്നു.